ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ തുടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. UAE ആസ്ഥാനമായ അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് നമുക്കറിയാം കെസാദ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന മേഖല കൂടിയാണ്. കെസാദിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈൽ തകർത്തു. ഒരു മിസൈൽ അവിടേക്ക് എത്തി, അത് തകർത്തു എന്ന വിവരമുണ്ട്. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ച പശ്ചാത്തലമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്ന് അബുദാബി അറിയിച്ചിട്ടുണ്ട്. മീഡിയ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. കെസാദ് സാമ്പത്തിക മേഖലയിൽ നമുക്കറിയാം ശനിയാഴ്ച ഒരു ആക്രമണം സമാനമായി ഉണ്ടായിരുന്നു. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റ പശ്ചാത്തലം വളരെ പ്രധാനമായിരുന്നു. ഒപ്പം സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിലേക്കും ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അത് പരാജയപ്പെടുത്തിയെന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ബഹ്റിന് നേരെയും ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. രാത്രിയിലും പുലർച്ചെയുമായി നിരവധി ഡ്രോണുകൾ എത്തിയെന്ന് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്ന പശ്ചാത്തലം ഉണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേ ബഹ്റിൻ താൽക്കാലികമായി അടയ്ക്കുന്ന സാഹചര്യം ഗൗരവതരമാണ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ സഞ്ചാരപാത കൂടിയാണ് അത്. അതിനുശേഷമാണ് ഈ ഡ്രോൺ അവശിഷ്ടമൊക്കെ നീക്കിയ ശേഷമാണ് തുറക്കാനായത് എന്നുള്ളത് ഗൗരവതരമായ സാഹചര്യമായി ആ രാജ്യം കാണുന്നുണ്ട്. അങ്ങനെ കാർത്തിക്, ഓരോ മേഖലയും പ്രത്യേകിച്ച് ഗൾഫിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തകർത്തടിക്കുകയാണ് ഇറാൻ. ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഒരു ഘട്ടത്തിൽ ഇറാൻ മധ്യ ഏഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണം അത് പല ഘട്ടങ്ങളിലായി വ്യാപിച്ചു. പിന്നെ ഓയിൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ച് ആക്രമണമുണ്ടായി. പലപ്പോഴും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവ ഉപയോഗിച്ച് പ്രതിരോധിച്ചപ്പോൾ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചും ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചും പല മേഖലയിലും നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ന് ഈ ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ശേഷവും ഈ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നു എന്നതാണ് അത് ഏറ്റവും ശ്രദ്ധേയം. അതിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദിന് സമീപമുള്ള ആക്രമണം സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കുവൈറ്റിന് നേരെ നടത്തിയ ആക്രമണത്തെക്കാൾ വലിയ ആക്രമണമായി അവർ വിലയിരുത്തുന്നു എന്നത് വേണം വിശേഷിപ്പിക്കാൻ. എല്ലാം തകർന്ന മിസൈൽ അവശിഷ്ടം വീണ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് അബുദാബി മീഡിയ ഓഫീസ് തന്നെയാണ് അറിയിച്ചത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിലും സമാനമായ രീതിയിൽ വ്യോമാക്രമണം തുടർന്നു. ഇത്തരത്തിൽ ഒരു വശത്ത് US ഇസ്രയേലുമായി ചേർന്ന് ശക്തമായ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ആദ്യം മുതൽ തന്നെ ഏത് യുദ്ധതന്ത്രമാണോ സ്വീകരിച്ചത് അത് തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിലും പിന്തുടരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെ ഒരു തരത്തിലും ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അവസാനിപ്പിക്കാൻ ഇത്തരത്തിൽ ഇറാൻമേൽ സമ്മർദ്ദം ചെലുത്തി മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ഇടപെടലും നടത്താൻ സാധിക്കുന്നില്ല എന്നത് അമേരിക്കയ്ക്ക് വലിയ തോതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. മാത്രമല്ല ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക 3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. വരും ആഴ്ചകളിൽ ശക്തമായ ആക്രമണം തുടരുമെന്ന് പറയുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകുന്നു. തീർച്ചയായും. ഒപ്പം മറ്റൊരു വാർത്ത, ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ അമേരിക്ക ഏറ്റവും കൂടുതൽ ട്രംപ് പറഞ്ഞ ഞങ്ങൾക്ക് ആ എണ്ണ ആവശ്യമില്ല എന്നാണ്. കാരണം ഹോർമുസ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ട്രംപ് നടത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഒറ്റ ഒടുവിൽ പറയുന്ന എണ്ണ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് എണ്ണ വേണ്ട രാജ്യങ്ങൾ വേണമെങ്കിൽ അവർ തന്നെ അത് ഹോർമുസ് പിടിച്ചെടുക്കണം, അതിനുശേഷം തങ്ങളുടെ പാതകൾ സുരക്ഷിതമാക്കണം എന്നാണ് പറയുന്നത്. ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഹോർമുസ് സംരക്ഷിക്കാമെന്നും തങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാമെന്നും മറ്റും ട്രംപ് പറയുകയാണ്. അമേരിക്കയുടെ ഭാവി മികച്ച നിലയിലാണ്. എണ്ണ ഞങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല ഹോർമുസ് വഴി, അതുകൊണ്ട് ഭാവിയിലും അത് ഉണ്ടാകില്ല. അതായത് ഏതാണ്ട് ലോകരാജ്യങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ്. നമുക്കറിയാം ഹോർമുസിലാണ് ഈ ആക്രമണങ്ങൾക്ക് ഇറാൻ പ്രതികാരം നൽകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത് പിടിച്ചെടുത്ത് വിശിഷ്ടമായി കരുതണമെന്നൊക്കെ ട്രംപ് നേരത്തെ പറഞ്ഞ സാഹചര്യമുണ്ട്. അവിടെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പിന്നോട്ട് പോകുന്നത്. കാർത്തിക്, ഇതും വളരെ നിർണായകമാണ്. ഹോർമുസിൽ നിന്ന് ഉള്ള താല്പര്യം ട്രംപ് ഉപേക്ഷിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങളുടെ തലയിലേക്ക് ഹോർമുസ് നിയന്ത്രണം ഇട്ടുകൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ അവിടെ സുരക്ഷിതമാക്കണമെന്ന് പറയുന്നതിനോട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കണം. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി തകർത്തു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് പക്ഷേ ഹോർമൂസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ഈ ഘട്ടം വരെയും കഴിഞ്ഞിട്ടില്ല. ഹോർമൂസിൽ ഇപ്പോഴും അതിൻ്റെ നിയന്ത്രണം ഇറാന്റെ കൈവശം തന്നെയാണ്. പല ഘട്ടങ്ങളിലായി വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പിന്തുണ ലഭിച്ചില്ല. അതിൻ്റെ കൂടെ വേണം ഇന്ന് ട്രംപ് നടത്തിയ ഈ വാക്കുകളെ ചേർത്ത് വായിക്കാൻ. കാരണം ഹോർമുസ് വഴിയുള്ള എണ്ണ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നില്ല, മറ്റ് രാജ്യങ്ങളാണ് അത് ഇറക്കുമതി ചെയ്യുന്നത്. അത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇനി ഈ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ്
ട്രംപ്. അതായത് ഇനി അവരുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നാറ്റോ അടക്കം മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ ഹോർമൂസ് വഴി എണ്ണ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള രാജ്യങ്ങൾക്ക് മേൽ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ട്രംപ്. മാത്രമല്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമേരിക്ക ഇതുവരെ നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടില്ല. അത് ഫലം കാണാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ ഇറാൻ കമാൻഡറുടെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അതായത് ഇറാൻ സൈന്യത്തിന് എന്തൊക്കെ സൈനിക ശേഷിയിൽ ഇനിയും എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലെന്ന്. അത് തന്നെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭീതിയിലാക്കുന്നതും. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും ചെറിയ വീതി, അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്ന പാതയിലെ ഏറ്റവും ചെറിയ വീതി 34 കിലോമീറ്ററാണ്. ആ 34 കിലോമീറ്റർ ഉള്ള ഈ വീതി കുറഞ്ഞ ഈ കടലിടുക്കിൻ്റെ പല വശങ്ങളിലും ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് കടലിനടിയിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പുറത്തു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചു എങ്കിൽ കൂടിയും അവരുടെ നാവികസേനയെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ കൂടിയും ഇനിയും ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങൾ എന്തൊക്കെ, അത് ഇറാൻ വിനിയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇറാൻ അത്തരത്തിലൊരു നാവിക സൈന്യത്തിൻ്റെ ശേഷി വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോക്സീസ്, അതായത് ഇറാനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമീപ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുന്നവർ അവർ എന്തൊക്കെ ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക ആദ്യം മുതൽ കണക്ക് കൂട്ടിയതിനൊപ്പമായിരുന്നില്ല ഈ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള സാഹചര്യങ്ങൾ. അതുതന്നെയാണ് അവരെ ആശ്ചര്യപ്പെടുത്തുന്നതും. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഈ ഹോർമൂസിൻ്റെ കാര്യത്തിൽ കിട്ടിയതുമില്ല. അതാണ് ഇത്തരത്തിൽ ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഇന്ന് ഇത്തരം ഒരു വാക്കുകൾ ട്രംപിന്റെ കാർത്തിക്കാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നത്, US പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾക്ക് ഒരു തരത്തിലും വെല്ലുവിളികൾക്കും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള സൗകര്യം ഇറാൻ ആരംഭിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഹോർമുസിനെ ഞങ്ങളൊരു രാജ്യത്തിനൊരു സാമ്പത്തിക സ്രോതസ്സായി മാറ്റുമെന്ന്. പനാമ കനാൽ, സൂയസ് കനാൽ എന്നിവയെ പോലെ വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലയാക്കി, സാമ്പത്തികം വാരാൻ പറ്റുന്നൊരു മേഖലയാക്കി ഹോർമുസിനെ മാറ്റാനുള്ള അവസരമായി ഇറാൻ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തെ സ്വീകരിക്കുകയാണ്. ടോൾ പിരിക്കൽ സംബന്ധിച്ച നിയമം ഇറാൻ പാർലമെന്റ് ഉടൻ കൊണ്ടുവരും എന്ന തീരുമാനം അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയെല്ലാം ഇറാന്റെ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അംഗങ്ങൾ തടയുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കപ്പലുകളെയെല്ലാം ഹോർമുസിലെ ലാറക് ദ്വീപിലൂടെ തുറമുഖം വഴി കടത്തിവിടുന്നു. ഇവിടെയാണ് ടോൾ ബൂത്ത്. ഈ കപ്പലുകളെ IRGC വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ മാർച്ച് 13 ശേഷം 57ഓളം കപ്പലുകൾ ഇതുവഴി കടന്നുപോയി. കപ്പലുകൾ ആദ്യം IRGCയെ സമീപിച്ച് കപ്പലിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറണം, ജീവനക്കാരുടെ വിവരങ്ങൾ കൈമാറണം, എന്താണ് കപ്പലിനുള്ളിലുള്ളത് എന്നത് അറിയിക്കണം, കപ്പലിന്റെ ലക്ഷ്യസ്ഥാനവും IRGCയെ അറിയിക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. IRGC സമ്മതിച്ചാൽ മാത്രം കപ്പലിന് കടന്നു പോകാം. അനുമതി കിട്ടിയില്ലെങ്കിൽ കപ്പൽ തിരികെ പോകണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ചൈനീസ് കറൻസിയായ യുവാനിലാണ് മിക്ക കപ്പലുകളും ടോൾ അടച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് ഇടനില നിൽക്കുന്നതും ഒരു ചൈനീസ് കമ്പനിയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നാൽ മറ്റൊരു കൗതുകകരമായ കാര്യം, തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചൈനയുടെ 2 കപ്പലുകൾക്കും ഇറാൻ ഹോർമുസിൽ തടഞ്ഞ് ടോൾ പിരിച്ചു എന്നുള്ളതാണ്.